ആകാശയുദ്ധങ്ങളുടെ ചരിത്രം മാറുകയാണ്. അത്യാധുനിക പോർവിമാനങ്ങളും വമ്പൻ ബാലിസ്റ്റിക് മിസൈലുകളും ബങ്കർ ബസ്റ്റർ ബോംബുകളും വിഹരിക്കുന്ന ഈ യുദ്ധകളത്തിൽ ഇപ്പോൾ യഥാർത്ഥ താരം ഇറാന്റെ ഷാഹിദ് ഡ്രോണുകളാണ്. ഏത് വമ്പൻ സിംഹത്തെയും വിറപ്പിക്കാൻ ശേഷിയുള്ള ഈ ചാവേറുകൾ ഇറാന്റെ ആക്രമണങ്ങളുടെ നട്ടെല്ലാണ്. വെറും 10-20 ലക്ഷം രൂപ മാത്രം ചെലവുള്ള ഈ ഡ്രോണുകളെ വെടിവെച്ചിടാൻ അമേരിക്കയും ഇസ്രയേലും ഉപയോഗിക്കുന്നത് കോടിക്കണക്കിന് രൂപ വിലയുള്ള മിസൈലുകളാണ് എന്നതാണ് ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. അതുകൊണ്ട് തന്നെ ഇതൊരു സാങ്കേതിക യുദ്ധം എന്നതിലുപരി ഒരു സാമ്പത്തിക യുദ്ധം കൂടിയായി മാറിയിരിക്കുകയാണ്. ഷാഹിദ് ഡ്രോണുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയുടെ രൂപകൽപ്പനയും പ്രവർത്തന രീതിയുമാണ്. റഡാറുകളെയും മിസൈൽ പ്രതിരോധ ഉപകരണങ്ങളെയും അനായാസം വെട്ടിക്കാൻ ഇവയ്ക്ക് സാധിക്കും. സാധാരണ മിസൈലുകൾ അതിവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ഷാഹിദ് ഡ്രോണുകൾ വേഗത കുറച്ച് വളരെ താഴ്ന്നാണ് പറക്കുന്നത്. ഇത് റഡാറുകൾക്ക് ഇവയെ കണ്ടെത്തുന്നത് അസാധ്യമാക്കുന്നു. ആകാശത്ത് മൊപ്പഡ് ഓടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദമാണ് ഇവയുടേതെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് എത്തിയാൽ വീണിടം വിഷ്ണുലോകമാക്കാൻ ശേഷിയുള്ള സ്ഫോടക വസ്തുക്കളാണിവ വഹിക്കുന്നത്. തൊട്ടാൽ പൊട്ടിത്തെറിക്കുന്ന ഈ ചാവേറുകൾ ലക്ഷ്യം കാണുന്നത് വരെ ആകാശത്ത് വട്ടമിട്ട് പറക്കാൻ കഴിവുള്ളവയാണ്. അമേരിക്കയുടെ അഭിമാനമായ പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പോലും ഈ ഡ്രോൺ കൂട്ടങ്ങൾക്ക് മുന്നിൽ പലപ്പോഴും പകച്ചു നിൽക്കാറാണ് പതിവ്. ഒരേ സമയം നൂറുകണക്കിന് ഡ്രോണുകൾ ഒരു കൂട്ടം അഥവാ സ്വമായി വിടുമ്പോൾ ഏതിനെ തടയണമെന്നറിയാതെ പ്രതിരോധ സംവിധാനങ്ങൾ പതറുന്നു. ഒരു പാട്രിയറ്റ് മിസൈലിന് ഏകദേശം 30 കോടിയിലധികം രൂപ ചിലവ് വരുമ്പോൾ ഒരു ഷാഹിദ് ഡ്രോണിന് വെറും 15 ലക്ഷം രൂപയേ വരുന്നുള്ളൂ. അതായത് അമേരിക്ക ഒരു ഡ്രോൺ വെടിവെച്ചിടുമ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് അവർക്ക് സംഭവിക്കുന്നത്. ഇറാന്റെ ഈ തന്ത്രം അമേരിക്കയെയും ഇസ്രയേലിനെയും സാമ്പത്തികമായി തളർത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഇറാന്റെ ഈ ഡ്രോൺ സാങ്കേതിക വിദ്യ ഇന്ന് ലോകത്തെ പല രാജ്യങ്ങളും മാതൃകയാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഇവയെ വ്യാപകമായി ഉപയോഗിച്ചതോടെയാണ് ഷാഹിദ് ഡ്രോണുകളുടെ ഭീകരത ലോകം ശരിക്കും അറിഞ്ഞത്. നിലവിൽ പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ അമേരിക്കൻ ബേസുകൾക്കും എണ്ണപ്പാടങ്ങൾക്കും നേരെ ഈ ഡ്രോണുകൾ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. താഴ്ന്നു പറക്കുന്നത് കൊണ്ട് തന്നെ പർവ്വതങ്ങൾക്കും കെട്ടിടങ്ങൾക്കും ഇടയിലൂടെ ഒളിഞ്ഞും തെളിഞ്ഞും വന്ന് ആക്രമിക്കാനുള്ള ഇവയുടെ കഴിവ് സൈനിക നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്താറുണ്ട്. ഈ യുദ്ധതന്ത്രങ്ങൾ ഇങ്ങനെ തുടരുമ്പോൾ വരും ദിവസങ്ങളിൽ ഷാഹിദ് ഡ്രോണുകൾ പശ്ചിമേഷ്യയുടെ ഭൂപടം തന്നെ മാറ്റിവരയ്ക്കാൻ സാധ്യതയുണ്ട്. വമ്പൻ മിസൈലുകളെക്കാൾ അപകടകാരിയായ ഈ കുഞ്ഞൻ ഡ്രോണുകൾ നൽകുന്ന പാഠം വ്യക്തമാണ്. യുദ്ധം ജയിക്കാൻ ആധുനിക സാങ്കേതിക വിദ്യ മാത്രമല്ല, ബുദ്ധിപരമായ നീക്കങ്ങളും കുറഞ്ഞ ചിലവും അനിവാര്യമാണ്.